കാത്തു സൂക്ഷിക്കണം. മോഹഭംഗങ്ങളിൽ തളരാതിരിക്കണം. സന്തോഷ സന്താപ സമ്മിശ്ര ജീവിതം ചേരണം. സാമൂഹ്യ തിന്മകൾക്കെതിരിടണം. എല്ലാ മനുഷ്യരും ഒന്നെന്ന് തോക്കണം. ആയുരാരോഗ്യ സൗഖ്യത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കാവിൽ രാജ് സാറിനെ നമ്മൾ ആദരിക്കുകയാണ്. കവിയും കഥാകൃത്തും നാടക പ്രവർത്തകനും നടനും സംവിധായകനും ചലച്ചിത്ര പ്രവർത്തകനും സർവോപരി സർഗസ്വരം പ്രസിഡന്റുമായ ശ്രീ കാവിൽ രാജ് തൻ്റെ സർഗാത്മക യാത്രയിൽ 50 വർഷമെന്ന നാഴികക്കല്ല് പിന്നിടുകയാണ്. എഴുത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം വാദ്യ കലകളിലും സംഗീതാദി കലകളിലും അദ്ദേഹത്തിനുള്ള പ്രഭാവിഭവം കൂടി കണക്കിലെടുത്ത് സർഗസ്വരവും സുഹൃത്തുക്കൾ കൂടി അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുകയാണ്. സിയാദ് ദാസാറിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ, കാരണം നമ്മുടെ തൃശ്ശൂരിൽ തന്നെ സംഘടിപ്പിച്ചതായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ അഖിലേന്ത്യാ ബാലോത്സവം നടത്തുകയുണ്ടായി. അതിൻ്റെ മുഖ്യ സംഘാടകനും കവിത കഥ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളേവരെയും അനുമതിയോടുകൂടി അദ്ദേഹത്തെ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഞാനും കാവിൽ രാജും ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ പഠിച്ചതും ഒരേ സ്കൂളിലാണ്. പക്ഷേ സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ പിന്നീട് കാർഷിക സർവകലാശാലയിൽ വെച്ച്, പ്രത്യേകിച്ചും കാർഷിക സർവകലാശാലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കലാസാഹിത്യ രംഗങ്ങളിലെ മാത്രമല്ല മനുഷ്യസ്നേഹികളായ ഒട്ടേറെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതില് ഒരു പ്രധാന വ്യക്തിയാണ് കാവിൽ രാജ്. നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ എഴുത്തുകാർക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്, ലോകം അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് മുന്നേറുന്നത്. ഹോമോസാപ്പിയൻസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിം ഗോർക്കി പറഞ്ഞത്, മാക്സിം ഗോർക്കിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷെ ഓരോ ദിവസവും പത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ എത്ര വികൃതമായ പദം എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ് ശരി. പക്ഷെ അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം, സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കഴിയും. കാവിൽ രാജ് കേവലം എഴുത്തിന്റെയും അതുപോലെ തന്നെ കലാപരമായ മറ്റു പ്രവർത്തനങ്ങളുടെയും ലോകത്തിന് മാത്രം ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മളെല്ലാം സുഹൃത്തുക്കളെല്ലാം ഒന്നായി കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഡോക്യുമെന്ററി കാഴ്ചകളിലൂടെ ഡോക്യുമെന്ററി കണ്ടുകൊണ്ട് കാവിൽ രാജിനെ ആദരിക്കാനുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങാം. സർഗസ്വരത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കാവിൽ രാജ് സാറിന് ഇന്നിവിടെ ഒരു ആദരവ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം സമൂഹത്തിൻ്റെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും എല്ലാം നിറഞ്ഞൊരു വ്യക്തിത്വമാണ്. സാധാരണ സംഘടനാ പ്രവർത്തനത്തിൽ ഉപരി പല പല മേഖലകളിലേക്കും ചെന്നെത്തുകയും അതിനുള്ള മികവുകൾ കണ്ടെത്തി
അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എത്രയെത്ര സംഘടനകളാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മുടെ ഡോക്യുമെൻ്ററിയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ കണ്ടു. ഓരോ സംഘടനയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും ഓരോരുത്തരെയും ആ മികവും തരവും നോക്കി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിനെ ആദരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്ന് സമാദരണം നമ്മുടെ CL ജോസാറിനെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് സമാദരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും ആദരിക്കുന്നതും. മനുഷ്യബന്ധങ്ങളുടെ നാടകീയ മുഹൂർത്തങ്ങളെടുത്ത് മനുഷ്യൻ്റെ ഹൃദയത്തെ സംവേദിക്കുമാറ്, പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമാറ് അദ്ദേഹം നാടകം രചിക്കുകയും മനുഷ്യഹൃദയങ്ങളെ മതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസേട്ടൻ്റെ ഒരു നാടകം പോലും മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കാതെ, മാറ്റങ്ങൾ ഉണ്ടാക്കാതെ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് പ്രസ്താവിക്കേണ്ടതാണ്. അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും, സർക്കസ്വരത്തിൻ്റെ പേരിലും, എൻ്റെ വ്യക്തി പേരിലും ഞാൻ സസന്തോഷം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാവിൽരാജിൻ്റെ സാഹിത്യ സംഭാവനകളുടെ ഈ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകളെ നാം ഇവിടെ ആദരിക്കുന്നത് സർഗസ്വരംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഇവിടെ വന്നിരിക്കുന്ന മിത്രങ്ങളും സഹൃദയരും അങ്ങനെ എല്ലാവരും കൂടി നൽകുന്ന ഒരു ആദരവാണിത്. അത് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിന് ഉള്ളൊരു അംഗീകാരം കൂടിയാണ്. അതിപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ വ്യക്തിനിഷ്ഠമായ തട്ടകത്തിൽ നിന്ന് അദ്ദേഹം സമഷ്ടിയിലേക്ക്, ബഹുജനപക്ഷമായ തട്ടകത്തിലേക്കുള്ള സഞ്ചാരത്തിൽ ചെയ്തതിൻ്റെ ഒരു ഫലം, ഒരു സൗഗന്ധിക പുഷ്പം പെട്ടെന്ന് വിടർന്ന് അതിങ്ങനെ സൗരഭ്യം പടർത്തി വിടർന്നതുപോലുള്ള ഒരു അനുഭവമാണ് ഈ സമയത്ത് ഉണ്ടായത്. വിളക്ക് കൊളുത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ദീപം കത്തിക്കുമ്പോൾ ദീപത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു അപവർത്തനം എന്ന് പറയും. അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശത്തോട് ബന്ധപ്പെട്ടാണ് പ്രകാശത്തിന് ഒരു വ്യതിയാനം വരിക. ഒരു പ്രിസത്തിൽ ധവളരശ്മി കടത്തിയാൽ അത് സപ്തവർണ്ണമായിട്ട് തിരിയും. അതുപോലെ ഈ അപവർത്തനം, ഇദ്ദേഹത്തിൻ്റെ ഈ വിളക്കിൻ്റെ ഈ ദീപവും അതിനോട് ബന്ധപ്പെട്ട അദ്ദേഹം ഗ്രന്ഥങ്ങളിലൂടെ കൊണ്ടുവന്ന ദീപവും തമ്മിലുള്ള സമ്യക്കായിട്ടുള്ള ആ ചേർച്ചയിൽ നിന്ന് ഉണ്ടാകുന്ന മഴവില്ലിൻ്റെ അഴക്, അതിൻ്റെ ആ സൗന്ദര്യം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരാകത്തുകയും ഈ മുഹൂർത്തത്തിൻ്റെ ദീപത്തോട് ബന്ധപ്പെട്ടതുമാണ്. കാവിൽരാജ് സാറിൻ്റെ അദ്ദേഹത്തിന് ഈ ഉള്ള പ്രത്യേകത ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു പവിത്രക്കെട്ട് എന്ന് പറയും. അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം, പിന്നെ സർവ്വചരാചരങ്ങളോടുള്ളൊരു ഏകീഭാവം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധർമ്മത്തോടുള്ള ആ ധർമ്മപക്ഷത്തിൽ നിൽക്കുന്ന ആ ഒരവസ്ഥ, ഇങ്ങനെയുള്ള ഈ ഉള്ള ഒരു ബോധമണ്ഡലമാണ് അദ്ദേഹത്തിനുള്ളത്. ആയിരത്തി 1966 മുണ്ടശ്ശേരി മാഷക്ക് 60 വയസ്സ് തികഞ്ഞപ്പോൾ അന്ന് തൃശ്ശൂർ ടൗൺ ഹാളിൽ ഏറ്റവും മികച്ച ഒരു സദസ്സിൻ്റെ മുമ്പിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന അധ്യക്ഷത വഹിച്ചപ്പോൾ അദ്ദേഹം മുണ്ടശ്ശേരിയുടെ എല്ലാ മഹത്വങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട്
അദ്ദേഹത്തെ പുകഴ്ത്തിയത് സർവകലാ വല്ലഭൻ മുണ്ടശ്ശേരി എന്നാണ്. അതേപോലെ ഞാൻ എൻ്റെ സുഹൃത്തായ കാവ്യരാജിനെയും സർവകലാ വല്ലഭൻ എന്ന് ഞാൻ വിളിക്കുകയാണ്. കാരണം കലയുടെ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ച് അതിലെല്ലാം വിജയം വരിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് സ്നേഹപൂർവമായ അസൂയയാണ് തോന്നുന്നത്. കാരണം എനിക്കൊന്നും അത്രയും സാധിച്ചിട്ടില്ല. ഞാൻ കാലത്ത് 10 തൊട്ട് 5 വരെ കണക്കിൻ്റെ ലോകത്ത് ഒരു കുറുക്കമ്പനിൽ ജോലി ചെയ്തു. 5 മണിക്ക് ശേഷം പാതിരാത്രി വരെ നാടകം എഴുതി. അല്ലാതെ വിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ കാവ്യരാജ് സകല സമയങ്ങളും പ്രവർത്തന സന്നദ്ധനായി പ്രവർത്തിച്ചു. അതിൻ്റേതായ ഗുണങ്ങളും ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാടകമെന്ന ശാഖ വളരെ വിപുലവും വിവരണ സമൃദ്ധവുമാണ്. കാവ്യരാജൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ എല്ലാം മറച്ചു നോക്കിയപ്പോൾ എത്രയോ തലത്തിലുമുള്ള നാടകങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു. പൊറാട്ട് നാടകം, കാക്കരശ്ശി നാടകം, ചവിട്ട് നാടകം, ചരിത്ര നാടകം, പുരാണ നാടകം, ബൈബിൾ നാടകം, സാമൂഹ്യ നാടകം, രാഷ്ട്രീയ നാടകം, കുടുംബ നാടകം, നർമ്മ നാടകം, മാന്ത്രിക നാടകം, കുറ്റാന്വേഷണ നാടകം, വ്യക്തിയാധിഷ്ഠിതമായ നാടകം, പ്രണയ നാടകം, ആവിഷ്കാര നാടകം, മനഃശാസ്ത്ര നാടകം, ഭക്തി നാടകം, തൊഴിലാളി നാടകം, തനത് നാടകം, കാവ്യനാടകം, നിഴൽ നാടകം, ശ്രാവ്യ നാടകം, കുട്ടികളുടെ നാടകം, ഏകാംഗ നാടകം. ഈ വിശിഷ്ട കേന്ദ്രത്തിലൂടെ കടന്നുപോയപ്പോൾ 93-ലെത്തിയ ഞാൻ ഒരു നാടക വിദ്യാർത്ഥിയായി മാറി. അത്രയും രസകരമായ രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. നാടകത്തെക്കുറിച്ച് പഠിക്കാൻ, നാടക രൂപത്തെക്കുറിച്ച് പഠിക്കാൻ, നാടക രചനയെക്കുറിച്ച് പഠിക്കാൻ, നാടക സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാൻ, നാടകത്തിൻ്റെ മേന്മയെക്കുറിച്ച് പഠിക്കാൻ, നാടക അഭിനയത്തെക്കുറിച്ച് പഠിക്കാൻ, നാടകത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാൻ, നാടകത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് പഠിക്കാൻ, നാടകത്തിൻ്റെ ചില അമിളികളെക്കുറിച്ച്, അബദ്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ, നാടകത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാടകമെന്ന നദിയിൽ മുങ്ങിക്കുളിച്ച് നീന്തി തുടിച്ച് നിർവൃതി പൂണ്ടി നിൽക്കുന്ന ഒരു അപൂർവ പ്രതിഭയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കാവ്യരാജ്. പ്രസിദ്ധ എഴുത്തുകാരനും ചിന്തകനുമായ ഫ്രാൻസിസ് ഹാക്കറ്റ് എന്ന വ്യക്തി ഒരിക്കൽ പറയുകയുണ്ടായി, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറക്കപ്പെടാതിരിക്കണമെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കപ്പെടാതിരിക്കണമെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും ചെയ്യുക. എൻ്റെ മുമ്പിലിരിക്കുന്ന കാവ്യരാജ് വായിക്കാൻ കൊള്ളാവുന്ന എഴുതിയിട്ടുണ്ട്, എഴുതാൻ കൊള്ളാവുന്ന ചെയ്തിട്ടുണ്ട്. 2 മേഖലകളിലും അദ്ദേഹം എനിക്ക് അസൂയ തോന്നുന്നത്, സ്നേഹപൂർവമായ അസൂയ. എൻ്റെ വീട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കയറി വരുമ്പോൾ ഇത്രയും ഉൾക്കട്ടിയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ വന്നത് എനിക്ക് തോന്നിയില്ല. സംസാരിച്ച് വന്നപ്പോഴാണ് എൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തമ്മിൽ നല്ല യോജിപ്പ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട് സന്ദർശിക്കും, ഞങ്ങൾ പരസ്പരം ദീർഘനേരം സംസാരിക്കും. എൻ്റെ പുതിയ നാടകത്തെക്കുറിച്ച്, എൻ്റെ ഏകാംഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു നിത്യ സന്ദർശകനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ പയ്യെ പുതുക്കി പോകുന്നു. ഇങ്ങനൊരു പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹത്തിന് എവിടെ സമയം കിട്ടിയെന്ന് തോന്നുന്നു. അത്രമാത്രം ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ സമഗ്രമായി, ഇത്ര ഭംഗിയായി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൈകാര്യം ചെയ്യാൻ എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് എനിക്ക് അത്ഭുതം. ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനം കാവ്യരാജ് കൊടുക്കുന്നു. വെറുതെ പുസ്തകം എഴുതിയല്ല, അത് വായിക്കുന്ന ആളുകൾക്ക് ഒരു കനപ്പെട്ട രേഖയായി സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു പുസ്തകമാണത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വായിക്കുമ്പോഴാണ് ഇങ്ങനെ സംഗതി ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. പുസ്തകം വായിക്കുക തന്നെ വേണം. 324 പേജുള്ള ഈ പുസ്തകം വാങ്ങി സൂക്ഷിക്കുന്ന ആളുകൾക്ക് അതൊരു
ഒരു നിധിയായിരിക്കും വീട്ടിൽ എന്നെനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ശാഖകളെക്കുറിച്ചും, സാഹിത്യത്തിൻ്റെ, കലയുടെ എല്ലാ ശാഖകളെക്കുറിച്ചും വളരെ ഗംഭീരമായി ആധികാരികമായി അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചു. അത് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി എല്ലാവരുടെ മുമ്പിൽ വെച്ച് അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ എഴുതിയ ഏതെങ്കിലും ഏകാംഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഖനം ഞാൻ വായിച്ചു കേൾപ്പിക്കും. അദ്ദേഹം അതിൻ്റേതായ ഒരു സ്നേഹബന്ധം കണക്കാക്കാതെ അതിനും ധീരമായ വിമർശനത്തോടു കൂടി അദ്ദേഹം എന്നോട് പറയുകയും ചെയ്യും. അത് സ്നേഹപൂർവമായ വിമർശനമാണ്. ആ വിമർശനം എന്നെ ഉപദ്രവിക്കാനല്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വിമർശനമാണ്. അത് ഉത്തമ സുഹൃത്തുക്കൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവനെ വിഷമിപ്പിക്കേണ്ട, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ എന്ന് പറയല്ല ചെയ്ത്, അതിൽ ഗുണവും ദോഷവും ഒക്കെ വ്യക്തമാക്കി പറഞ്ഞ് അത് അപ്പോൾ നമുക്കത് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തേണ്ടതാണ്, തിരുത്താൻ ഒക്കെ സാധിക്കും. അത് അങ്ങനെ ഒരു പ്രത്യേക ഒരു അടുപ്പം ഞങ്ങൾ പരിചയമായ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ ജോസേട്ടാ ഞാൻ അവിടെ വരുന്നുണ്ട്, ഓ സന്തോഷം. അപ്പോൾ എനിക്ക് കുറേ നേരം സാഹിത്യം, സാമൂഹിക വിഷയങ്ങൾ, കല, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരാൾ വന്നല്ലോ എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് കാത്തിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം വരിക. അങ്ങനെ വളരെ കൊല്ലങ്ങളായി ആ അടുപ്പം സൂക്ഷിക്കുന്ന, ഇന്നും ആ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേകം അഭിമാനം തോന്നുന്നു. അദ്ദേഹം ഇനിയും ഈ രംഗത്ത് കൂടുതൽ വിജയം വരിക്കത്തക്ക ഈ കഥകളും നോവലുകളും ലേഖനങ്ങളും എല്ലാം എഴുതാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് സർഗസ്വരം. അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ് ശ്രീ കാവിൽരാജ്. അന്നേ അദ്ദേഹത്തോടൊപ്പം ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപക ട്രഷററാണ് ശ്രീ ജോയ് ചെറുമേൽ. ശ്രീമതി അമ്പലപുരം ശ്രീദേവിയെ പോലെയുള്ള ആളുകളും ഒക്കെ 2006 ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പാങ്ങിൽ ഭാസ്കരനായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. പിന്നീട് ശ്രീ പാങ്ങിൽ ഭാസ്കരൻ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആ പദവി ഒഴിയാൻ താല്പര്യം പ്രദർശിപ്പിച്ചപ്പോൾ ശ്രീ കാവിൽരാജ് എൻ്റെ ഭർത്താവ് പ്രൊഫസർ ലക്ഷ്മണൻ നായരോട് ആവശ്യപ്പെട്ടിട്ട് എന്നെ അതിൻ്റെ പ്രസിഡന്റ് ആക്കുകയായിരുന്നു. ഒരു വലിയ നേട്ടം. നാളേക്ക് എന്ത് ഉണ്ടാക്കി എന്നുള്ളത് ചോദിക്കുമ്പോൾ ശ്രീ സി ജോസഫ് പറഞ്ഞല്ലോ, എന്തെങ്കിലും നാളെ വായിച്ച് രസിക്കാൻ പാകത്തിന് എഴുതുക, അല്ലെങ്കിൽ നാളേക്ക് പ്രകീർത്തിക്കാൻ പറ്റുന്ന പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് ചെയ്യുക എന്ന്. ആ നാളേക്ക് എന്തെങ്കിലും പ്രകീർത്തിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഒന്നാന്തരം പ്രവൃത്തികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീ കാവിൽരാജ്. കാവിൽരാജ് സാർ എഡിറ്റ് ചെയ്ത മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ എന്നത്. അത് പ്രകാശനം ചെയ്യുന്നത് ശ്രദ്ധേയനായ ചലച്ചിത്ര നിരൂപകരും എഴുത്തുകാരനുമായിട്ടുള്ള നമ്മുടെ ഐ ഷൺമുഖ ദാസ് സാറാണ്. ഇപ്പോൾ കാവിൽരാജിൻ്റെ എഡിറ്ററുടെ തന്നെ ലേഖനം തുടക്കത്തിലുണ്ട്. അത് ആ അധ്യായത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് മലയാള ചലച്ചിത്ര ഗാനശാഖ എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ന തരത്തിലുള്ള ഗാനങ്ങളുണ്ട്, വിരഹ ഗാനങ്ങൾ, അങ്ങനെയുള്ള തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഏത് വീട്ടിലെടുത്താലും ആ വീട്ടിൽ ഒരാൾ പാട്ട് പാടുന്നുണ്ടാവും, ആരെങ്കിലും ഒരാൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇപ്പോൾ പാട്ട് പാടുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരെ ആ വഴിയിൽ കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഈ പുസ്തകം സഹായിച്ചു വരും. 50 വർഷം അക്ഷര സുഹൃതം അല്ലെങ്കിൽ അക്ഷര പുണ്യം എന്നൊക്കെ പറയാവുന്ന 50 വർഷങ്ങൾ, സുവർണ ലിപികളിൽ എഴുതുന്ന 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ശ്രീ കാവിൽരാജ്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്നതിന് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ബൽപ്പത്തൂർ പറഞ്ഞതുപോലെ ആയുരാരോഗ്യ സൗഖ്യം
നേരുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനിയും എഴുത്തിൻ്റെ ലോകത്തിൽ മാത്രമല്ല, സാഹിത്യത്തിൻ്റെ തന്നെ വിവിധ തസ്തികകളിൽ, കലയുടെ വിവിധ മേഖലകളിൽ എല്ലാം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു വാക്യം കടമ്പാക്കി പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വലിയ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യ സ്നേഹി. തസ്യൈവ നിർവൃതി. ഇത് ഒരു ധന്യമുഹൂർത്തം. ശ്രീ കാവിൽരാജ് എന്ന മഹാസത്യം ആദരിക്കപ്പെടുകയാണ്. ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ തിരിച്ചറിയലിൻ്റെ പൂർണ്ണത അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗധേയം ദിവ്യ സംഗമമാണ്. വിചാരമോഹനമായ സദ്ഗുണങ്ങളുടെ കേദാരമാണ് ശ്രീ കാവിൽരാജ്. ജ്ഞാനോത്കർഷം തന്നിൽ ഒളിപ്പിച്ച വിശിഷ്ട മാർഗദർശി, ഉത്തമ നിദർശനൻ, സമാദരണീയൻ എന്നിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നീളുകയാണ്. വരിഷ്ഠ ഗ്രന്ഥകാരൻ, സംഘാടകൻ, കലാസാഹിത്യ നിപുണൻ, പാരിസ്ഥിതി പ്രവർത്തകൻ, സിനിമാ സംവിധായകൻ, വൈദ്യൻ, സംഗീതജ്ഞൻ, വാദ്യവിദ്വാൻ, പ്രഭാഷകൻ, ഗായകൻ തുടങ്ങിയവരുടെ പ്രാഗൽഭ്യം ചിന്തിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഗുണാധിക്യം നിസീമമാണെന്ന് കാണാം. സർവോപരി വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയുമാണ്. കാലം തരപ്പെടുത്തി തന്ന വേളയിൽ സബഹുമാനം, സാഭിമാനം സാഹിത്യ കുതികളായ നാം എല്ലാവരും ചേർന്ന് ശ്രീ കാവിൽരാജിനെ ആദരിക്കുന്നു. പണ്ട് എം.ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കാൻ കഴിഞ്ഞ ഒരു മഹാനായ എഴുത്തുകാരെന്ന് നമ്മൾ പറയുന്ന പോലെ കാവിൽരാജിനെ കുറിച്ച് കൈവച്ച മേഖല, ഇപ്പോൾ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകൾ, ബാലസാഹിത്യം, നാടകം, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ച കാവിൽരാജിന് ആ മേഖലകളിലെല്ലാം തൻ്റേതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്താൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ പ്രത്യേകം ഒരു പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനിയും അദ്ദേഹത്തിന് കൂടുതൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാഹിത്യത്തിൻ്റെയും കലകളുടെയും വ്യത്യസ്ത മണ്ഡലങ്ങളിലൂടെ, വ്യത്യസ്ത ചാനലുകളിലൂടെ ചരിച്ചുകൊണ്ട് തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു മഹാവ്യക്തിയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ബാലസാഹിത്യം എന്നുള്ളത് വളരെ ലാഘവത്തോടെ, ലാളിത്യത്തോടെ എഴുതിപ്പോകാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. 1/2 ഡസനോളം ബാലസാഹിത്യ കൃതികൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ. അതായത് കഥകളുണ്ട്, നോവലുകളുണ്ട്, ജീവചരിത്രമുണ്ട്, സുഭാഷിതമുണ്ട്, പിന്നെ മറ്റ് ചരിത്ര വസ്തുതകളുണ്ട്. അപ്പോൾ ബാലസാഹിത്യം എഴുതുമ്പോഴും തൻ്റെ ആ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ചരിക്കാനുള്ള പ്രാവീണ്യം അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതാണ്. കരയുന്ന പൂമരക്കൊമ്പത്തിരുന്നൊരു കരയുന്ന പൂങ്കുയിൽ ചൊല്ലിടുന്നു, ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാനാകാതെ ഒരു പിടിച്ചാരമായി ഭൂമി തീരും. മയിലാടും കുന്നുകൾ കാണുകില്ല, ഗ്രാമക്കുയിലിന്റെ കൂജനം കേൾക്കുകില്ല. വെയിലേറ്റു പുഞ്ചിരി തൂകുന്ന പൂക്കളും മയിലാഞ്ചി മഞ്ചവും കാണുകില്ല. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന പരിപാവനമായ തിരുവുള്ളക്കാവിലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തിരുവുള്ളക്കാവിലെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഇവർക്കെല്ലാം ആവോളം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് പേര് കാർഷിക സർവകലാശാലയിലുണ്ട്, വിഭിന്ന തലങ്ങളിൽ തൊഴിലാളികൾ, നോൺ ടീച്ചിങ്ങും ടീച്ചേഴ്സൊക്കെ ആയിട്ട്. പക്ഷേ ഇത്തരം വേദികൾ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ. അതുകൊണ്ട് ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് അവരെത്തട്ടെ. ഇതുപോലുള്ള ആദരസന്ധ്യകൾ പങ്കെടുക്കാൻ അവസരം ലഭിക്കട്ടെ. അതിന് സരസ്വതി ദേവി അവരെ, ഞാനൊരു ഈശ്വരവിശ്വാസമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാത്തവരുണ്ടാവും. എങ്കിലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലായാലും ഇവർക്ക് മുന്നോട്ട് പോകുന്ന പ്രചോദനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ
പ്രാർത്ഥിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ കോവിലിൽ കടന്നു വന്നിട്ട് 50 വർഷം പിന്നിടുകയാണ് കാവിൽ രാജ്. അദ്ദേഹം ആരാണ് എന്നൊന്നും ആദ്യം എനിക്കറിയില്ലായിരുന്നു. ചില സിനിമാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് 30 വർഷം മുമ്പ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത്. പിന്നീട് അദ്ദേഹം അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉറച്ചു. മൗലികമായി മനുഷ്യത്വമുള്ള, മനുഷ്യനെ തേടുന്ന ഒരു വലിയ മാനവ സ്നേഹിയാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പച്ചപ്പ് എന്ന് പറയുന്ന സിനിമ അത് മാത്രം എടുത്താൽ നമുക്കറിയാം, ഈ വികസനത്തിൻ്റെ പേരിലും ആധുനികതയുടെ പേരിലും പ്രകൃതിയെയും പരിസ്ഥിതിയെയും പരിക്കേൽപ്പിച്ച് ജീവന്റെ നിലനിൽപ്പിനെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കുന്ന പ്രവണതയ്ക്കെതിരെ കലഹിക്കാൻ, അതിനു നേരെ പ്രതിരോധിക്കാൻ ഒരു നാക്കായി നിൽക്കുന്ന ഏറ്റവും വലിയ കലാകാരനാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാവൽക്കാരനാണ് കലാകാരൻ. ആ പച്ചപ്പെന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞു. ഭാഷയിലൂടെ നാം അറിയുന്ന ലോകത്തിനിടയിലുള്ള അകലത്തെയും കുറിച്ച് അന്വേഷിക്കുവാനും ആലോചിക്കുവാനും അദ്ദേഹം സദാ ശ്രമിക്കുന്നു. ഒപ്പം തൻ്റെ കൂടെ കൂടുന്നവർ, അവർ ആത്മജ്ഞാനമുള്ളവരായാൽ കൂടി അവരെ കൂടി അറിവിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, അങ്ങനെ നല്ലൊരു സാമൂഹ്യ രചന നടത്തുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ട്. മനുഷ്യനും മനുഷ്യത്വത്തിനും വേണ്ടി അധർമ്മത്തിനെതിരെ വെല്ലുവിളിക്കുന്ന രാമനെ പോലെ അധർമ്മത്തിനെതിരെ തൂലിയിലെലിപ്പിക്കുന്ന ഒരു കലാകാരൻ സമൂഹത്തിൻ്റെ കാവൽക്കാരനായി കാവിൽ രാജെന്നും നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ ശാന്തിനഗർ സെൻസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ കാവിരാജ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ആരോഗ്യത്തിലുള്ള ദീർഘായുസ് സർവശക്തനായ നാഥൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തൃശ്ശൂരിൻ്റെ സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടത്തിൽ പ്രവർത്തന നിരതമായിട്ടുള്ള സർഗസ്വരത്തിൻ്റെ സാരഥിയും ശ്രീ CL ജോസ് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കാവുന്ന വിധത്തിൽ വിവിധ മേഖലകളിൽ, കലയിലും സാഹിത്യത്തിലും സിനിമയിലും രചനയിലും കവിതയിലും നാടകത്തിലും അഭിനേതാവും എല്ലാ നിലയിലും സംവിധായകനും എല്ലാ നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള സർവകല വല്ലഭനായിട്ടുള്ള ശ്രീ കാവിൽ രാജിനെ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിന് എല്ലാവിധ വിജയങ്ങളും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ 50 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇന്ന് 50 വർഷം കാവിൽ സാഹിത്യ പ്രവർത്തനമൊക്കെ തുടങ്ങിയ കാലത്തിനേക്കാൾ വളരെ വ്യത്യസ്തമായൊരു കാലത്ത് ഇന്നിപ്പോൾ സഹിഷ്ണുത വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമുക്കുള്ളത്. പഴയ പോലെ സാഹിത്യകാരന്മാർക്കും അല്ലെങ്കിൽ നിരൂപകർക്കും ഒക്കെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ മറ്റാളുകളെ പോലും വിമർശിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്കാണ്. ഏതായാലും കാവിലിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത വിമർശനാത്മകമായ ഒരു സാഹിത്യ പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യത്തെ 10-16 വർഷങ്ങളിൽ വളരെ ഒതുങ്ങിയ മേഖലയിലായിരുന്നെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ സാംസ്കാരിക മേഖലകൾ കൂടുതൽ വിപുലമായി സിനിമയും മറ്റ് കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. അത് തന്നെ തുടർന്നുകൊണ്ട് പോകാനും ഇനിയും സമൂഹത്തിൽ നടമാടുന്ന ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കാനുമുള്ള ശക്തി അദ്ദേഹത്തിന്, സത്യം പറയാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടാവട്ടെ. കാവിൽ രാജും ഞാനും ഒരു ഗ്രാമത്തിൽ, അതായത് ചേർപ്പിൽ തൊട്ട അയൽവക്കക്കാരാണ്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും ഞങ്ങളും അവിടെ തുടങ്ങി വെച്ച നാടക കളരി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സംഘടന, ഒരുപാട് സംഘടനകൾ ചേർപ്പിലെന്നുണ്ട്. അതിലൊക്കെ നാടകങ്ങൾ കളിക്കുകയും ബഹുഭൂരിപക്ഷം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ CR ജോസ് സാറിൻ്റെ നാടകങ്ങളായിരുന്നു. ആ നാടകത്തിലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ
ഒരു 40 സ്റ്റേജ് കളിച്ച ഒരു നാടകമുണ്ട്, ശ്രീ ബറാബസ് എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകത്തിൽ അതിൻ്റെ ഗാനങ്ങളെ കൊണ്ട് മാത്രം ആ നാടകം 40 സ്റ്റേജ് ഞങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. ആ നാടകത്തിലെ ഗാനം എല്ലാം രചിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീ കാവിൽ രാജ് അവർകളാണ്. അവസാന തിരുവത്താഴം കഴിഞ്ഞു, ആദ്യത്തെ ജൂദാസ് ജനിച്ചു മണ്ണിൽ, 30 കാശിനായി വിറ്റു സത്യം, 3 പ്രാവശ്യം നുണ പറഞ്ഞു, പരീശന്മാരും പരീശക്കാരും പുണ്യവാനെന്ന് വില പറഞ്ഞു. ഈ ഗാനം രചിച്ചത് കാവിൽ രാജ. അത് കർട്ടനിടുമ്പോൾ അവിടെ വച്ച് ഉണ്ടായിട്ടുള്ള ഒരു കയ്യടിയും ആ പാട്ടിനോടുള്ള ആ ജനങ്ങളുടെ അംഗീകാരവും ആ നാടകത്തെ അങ്ങ് എങ്ങോ കൊണ്ടുപോയി. കാവിൽ രാജ് നമ്മുടെ MN വിജയൻ പറഞ്ഞതുപോലെ ഒരു ഒറ്റമരക്കാടാണ്. MN വിജയൻ അതിന് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഒറ്റമരക്കാട് എന്ന് പറഞ്ഞാൽ ഒരു മരം, ശാഖോപശാഖകൾ, 1000 കിളികൾ. അപ്പോൾ അതുപോലെ തന്നെ അതിനെ സാഹിത്യത്തിലേക്ക് പറിച്ചു നട്ടാൽ സാഹിത്യത്തിൻ്റെ എല്ലാ ശാഖകളിലും കൈവയ്ക്കുകയും തൻ്റേതായ ഉൽപ്പന്നങ്ങൾ ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്ക് സമ്പത്തായി നൽകുകയും ചെയ്തു. ആ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ, ആ ഒരു ചരിത്രത്തിൻ്റെ ഉടമയായിട്ടാണ് ഇന്ന് കാവിൽ രാജ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് മാത്രമോ, 50 ആണ്ടിൻ്റെ ഒരു ആഘോഷമാണിത്. എഴുത്ത് തുടങ്ങിയ 50 ആണ്ട്. പക്ഷെ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒറ്റമരക്കാടിലെ 1000 കിളികളെ പോലെ ഒപ്പം നിർത്തിക്കൊണ്ട് എഴുതാൻ ആരംഭിക്കുന്നവരെ, എഴുതാൻ മോഹിക്കുന്നവരെ വായിക്കാൻ പ്രേരിപ്പിച്ചു, എഴുതാൻ പ്രേരിപ്പിച്ചു, പരിശീലനം കൊടുത്തു. അങ്ങനെ 100 കണക്കിന് ആളുകളെ സർഗസ്വരത്തിൽ അണിനിരത്തിയിരിക്കുന്നു. അതാണ് ഒരു വലിയ മഹത്തായ കാര്യം. ചെറിയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് ആളുകളുടെ മനസ്സിൽ പുലരി വെളിച്ചം വെളിച്ചത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഭാഷയ്ക്ക് കൂടി, ആ വ്യക്തികൾക്ക് മാത്രമല്ല ഭാഷയ്ക്ക് കൂടി പുതിയ എഴുത്തുകാരെ, പുതിയ സാഹിത്യ നായകരെ ഉണ്ടാക്കാനുള്ള വലിയൊരു ശ്രമം അദ്ദേഹം അറിഞ്ഞും അറിയാതെയും, ഒരുപക്ഷെ ആ ഭാഗമാണ് നമ്മൾ കുറേ കൂടി ഉയർത്തി പറയേണ്ടിയിരുന്നത്, അത് നടത്തുന്നു. ആ ഒറ്റക്കാര്യം കൊണ്ട് മാത്രം അദ്ദേഹം ഭാഷയ്ക്കും നമുക്കും ഈ സദസ്സിനും അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നു. കാവിൽ സാറിനെ ഏകദേശം ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പച്ചപ്പ് തേടി, അരുണുതാളം അക്കരെ, അതുകൂടാതെ തന്നെ 1-2 ഡോക്യുമെൻ്ററികളും കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്ന 1-2 ഡോക്യുമെൻ്ററികളിലും എനിക്ക് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ പ്രത്യേകിച്ച് സാറിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള സരീന മാഡം, അതുപോലെ സൈമൺ സാറ്, ഉണ്ണികൃഷ്ണൻ, അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഈ രംഗത്ത് ഉള്ളവരാണ്. അവരുടെ കൂടെ എല്ലാം എനിക്ക് സഹകരിക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് കാവിൽ സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ധാരാളം പറയണമെന്ന് വിചാരിച്ചിരുന്നു, അതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, അദ്ദേഹത്തെ ഒരു സകലകലാവല്ലഭൻ എന്ന് ശ്രീ കാവിൽ രാജനെ നമ്മളിവിടെ വിശേഷിപ്പിച്ചുവെങ്കിൽ കൂടിയും സകലകലാവല്ലഭന്മാർ തന്നെ പലരും നമുക്ക് പരിചയമുള്ളവരുണ്ട്. പക്ഷേ ഒരു തികഞ്ഞ സകലകലാവല്ലഭൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാവിൽ രാജനെ മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ കഴിവുകളുടെ ഒരു കൂടാരമാണ് നമ്മുടെ ഈ കാവിൽ രാജ് സാറ്. എനിക്ക് 2-3 വർഷത്തോളം മാത്രമേ അദ്ദേഹമായിട്ട് പരിചയമുള്ളൂവെങ്കിൽ കൂടിയും അദ്ദേഹം പുതുതായി കടന്നു വരുന്നവരെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുവാൻ മാത്രം ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഏറെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റിയും പ്രവൃത്തികളെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും
ഒരൊറ്റ വാചകം എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മൾ ഈ പിടിച്ചതൊന്നും അല്ല ഉള്ളത്, ഇനി അളയിൽ ധാരാളം പിടിക്കാൻ ബാക്കി കിടക്കുകയാണ്. അതുകൂടി പുറത്തു വരുത്തുവാനുള്ള ആരോഗ്യ സൗഖ്യങ്ങളും സർഗചേതനയും അദ്ദേഹത്തിന് സർവേശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മംഗളങ്ങൾ നേരുന്നു. ആദരിക്കപ്പെടുന്നീ വേള തന്നിലും ആന്തരിക ഔന്നത്യമേറെ ഉയർന്നതാം ആകാരമെങ്കിലും ഒട്ടും തലക്കനം ആകാത്ത കാവിൽ രാജ് ആശംസ നേരുന്നു. ശ്രീ കാവിൽരാജിൻ്റെ പ്രതിസ്പന്ദനം ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടിയിട്ട്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സർഗസ്വരം അംഗങ്ങളെ, അഭ്യുതകാംക്ഷികളെ, നമസ്കാരം. സർഗസ്വരത്തിൻ്റെ പ്രയാണം 19ാം വർഷത്തിൽ എത്തിയതിൽ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രതിമാസ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്ന സർഗസ്വരത്തിലൂടെ നിരവധി പ്രശസ്തരും അപ്രശസ്തരുമായ എഴുത്തുകാർ കടന്നുപോയിട്ടുണ്ട്. ഈ സമാധാന സമ്മേളനത്തെ ധന്യമാക്കാനെത്തിയ സർവശ്രീ CL ജോസ് സാർ, പ്രൊഫസർ VK ലക്ഷ്മണൻ സാർ, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, I ഷൺമുഖദാസ്, ശ്രീ CR ദാസ്, ഡോക്ടർ NM നായൻ തുടങ്ങിയ ഓരോരുത്തരോടും ആശംസയ്ക്കെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും സഹൃദരായ ആസ്വാദകർക്കും എൻ്റെ ഹൃദയാംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എഴുത്തുകാരെയും കലാകാരന്മാരെയും കേരള സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുവാനും അവർക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങളും അവസരങ്ങളും നൽകുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ അഭിമാനപൂർവ്വം രേഖപ്പെടുത്തട്ടെ. അക്രമങ്ങളെ അപലപിക്കുവാനും അനീതികളെ എതിർക്കുവാനും രാജ്യത്തിൻ്റെ വഴിപിഴച്ച പ്രയാണത്തെ തടയുവാനായിട്ടാണ് എഴുത്തുകാർ നിലകൊള്ളേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നഷ്ടപ്പെടുത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം എഴുത്തുകാർ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്നുള്ള ചിന്തകളും ഞങ്ങൾക്കില്ല. എന്നാൽ ഈ ദൃശ്യ ചിന്തകളിലൂടെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന യുവാക്കളെയും സ്വരാജ്യ സ്നേഹികളെയും നമുക്ക് ബോധ്യപ്പെടുത്താനാവുമെന്നും ഞങ്ങൾ കരുതുന്നുണ്ട്. അതിനായി നമ്മൾ എഴുത്തുകാർ പ്രതിജ്ഞാബദ്ധരാകണമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണവും കരുതലും ചേർത്ത് നിർത്തലുമാണ് ആവശ്യം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളോടെ സ്നേഹത്തോടെ കാവിൽ രാജ്.